ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഈ രണ്ടാമത്തെ വീഡിയോ ഇട്ടിരിക്കുന്നത് മാങ്ങ അച്ചാർ എങ്ങനെ എളുപ്പമാർഗ്ഗത്തിൽ ഉണ്ടാക്കാമെന്ന ഐഡിയയിലാണ്. ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിന് ആകെ 3 ചേരുവകൾ മാത്രം നമുക്ക് മതി. ബ്രാഹ്മിൺസിൻ്റെ ചേരുവകൾ എന്തെല്ലാമെന്ന് ഞാൻ പറയാം. ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്. ഈ 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പമാർഗ്ഗത്തിൽ എങ്ങനെ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന എന്ന് നമുക്ക് നോക്കാം. ആദ്യം മാങ്ങ ഉപ്പ് തേച്ച് പരട്ടി നന്നായിട്ട് ഒരു 5 മണിക്കൂർ ഞാൻ ഉപ്പ് തേച്ച് വെച്ചിരുന്ന മാങ്ങയാണിത്. നന്നായി ഇപ്പോൾ ഉപ്പെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് മാങ്ങയിൽ. പിന്നെ കൂടാതെ വേണ്ടത് ഇനി ഒരു 3.5 തവി, ഞാൻ കാണിക്കാം തവി, ഇത് കൂട്ട് മീഡിയം തവി 3.5 തവി ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടി എടുക്കുക. പിന്നെ കൂടാതെ വെളിച്ചെണ്ണ ഇതുപോലത്തെ 3.5 തവി വെളിച്ചെണ്ണയും എടുക്കുക. വെളിച്ചെണ്ണ നമുക്കൊരു 3-4 തവി ഇടും, നമുക്ക് 5 തവി ഇടും നമുക്ക് മിനിമം എടുക്കാം. കാരണം വെളിച്ചെണ്ണ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇത് നമുക്ക് ഗ്യാസ് പോലും നമുക്ക് നഷ്ടപ്പെടുകയില്ല. കാരണം ഇത് ഗ്യാസ് വെച്ചല്ല ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടാക്കാൻ മാത്രമേ ഗ്യാസ് നമ്മൾ ഓണാക്കുന്നുള്ളൂ. സാധാരണ എല്ലാ അച്ചാറുകളും വെക്കുമ്പോഴും നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നത്. ഇതിന് വേറെ ഒരു ഇൻഗ്രീഡിയൻസും വേണ്ട. ഗ്യാസ് സ്റ്റൗ ആകെ എണ്ണ ചൂടാക്കാൻ മാത്രം ഓണാക്കിയാലും മതി. ഇനി നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ആദ്യം ഞാനിവിടെ ആ 3.5 തവി ഒഴിച്ച എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്ന ഉടനെ എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. തിളച്ച് വരുന്നതിന് മുമ്പായി നമുക്ക് ഈ ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടി ഇതിലേക്കും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മാങ്ങയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. മാങ്ങയിലേക്ക് ആ അച്ചാർ പൊടി എല്ലാം ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണ ചേർക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ തന്നെ മാങ്ങയിലേക്ക് എല്ലാ അച്ചാർ പൊടി മൊത്തം പിടിച്ചോളും. നമുക്ക് എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അച്ചാർ റെഡിയാകും. ഇതിപ്പം മൊത്തം മാങ്ങയിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ തിളയ്ക്കാൻ വെച്ച എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിനി ഈ തിളച്ച എണ്ണ അതിലേക്ക് മാങ്ങയിലേക്ക് ഒഴിക്കാം. ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. ഇത് നന്നായി ഇത് ഞാനിപ്പം എണ്ണ മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാം ഒന്ന് മാങ്ങയിലൊന്ന് പിടിച്ചു വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത്ര ഉള്ള പരിപാടി. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണിത്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാങ്ങ നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത്ര ഉള്ളു ഇത് നമുക്ക് ആകെ 3 ചേരുവം കൊണ്ട് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് 3 മിനിറ്റ് മതി. 3 മിനിറ്റിനുള്ളിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണിത്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.